ഇന്ത്യയുടെ 2020 ടീമിന്റെ ഓപ്പണർ റോളിലേക്ക് എത്താൻ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനുമാണ് ഇന്ത്യയുടെ 2020 ടീമിന്റെ ഓപ്പണർമാർ. സഞ്ജു സാംസൺ ബാക്കപ്പ് കീപ്പറായും ഓപ്പണറുമായി കാത്തിരിക്കുന്നു. 2020 ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ 2020 ടീമിൽ ചില പ്രധാന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ഇഷാൻ കിഷൻ എന്നിവരെല്ലാം ഈ റോളിൽ കണ്ണു നട്ടിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയ്ക്ക് സീറ്റ് ഉറപ്പാണെങ്കിലും മറുവശത്ത് ആർക്കും സീറ്റ് ഉറപ്പിക്കാനായിട്ടില്ല. ഇപ്പോഴിതാ അവസരം കാത്തിരിക്കുന്ന ഓപ്പണർമാരുടെ എല്ലാം നെഞ്ചിടിപ്പേറ്റുകയാണ് 14-കാരനായ വൈഭവ് സൂര്യവംശി. കളിക്കുന്ന മത്സരങ്ങളിലെല്ലാം വെടിക്കെട്ട് തീർക്കുന്ന വൈഭവ് ഇപ്പോൾ അണ്ടർ-19 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത്. 55 പന്തിൽ സെഞ്ചുറി നേടിയ താരം 80 പന്തിൽ 175 റൺസ് എടുത്താണ് പുറത്തായത്. 15 വീതം 6ഉം 4ഉം പറത്താൻ വൈഭവിന് സാധിച്ചു. 218.75 പ്രകടനശേഷിയിലാണ് യുവതാരം തല്ലി തകർത്തത്. ലോകകപ്പ് ഫൈനലിലാണ് ഈ പ്രകടനം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. IPL-ലും അണ്ടർ-19 ക്രിക്കറ്റിലും ഇന്ത്യ എ ടീമിനൊപ്പവും യൂത്ത് ടെസ്റ്റിലും വിജയ് ഹസാര ട്രോഫിയിലുമെല്ലാം സെഞ്ചുറി പ്രകടനം നടത്തിയ വൈഭവിന് ഇനി തെളിയിക്കാൻ കാര്യമായി ഒന്നുമില്ല. ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് വിളി എന്നാകുമെന്നാണ് ഇനി അറിയേണ്ട കാര്യം. വൈഭവ് ഇന്ത്യയുടെ 2020 ടീമിന്റെ ഓപ്പണർ റോളിലേക്ക് എത്തുന്നതോടെ സഞ്ജു സാംസണിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും ഇഷാൻ കിഷന്റെയും യശസ്വി ജയ്സ്വാളിന്റെയും എല്ലാ പ്രതീക്ഷകൾ അവസാനിക്കും. വലിയ ഭാവി വൈഭവിനുണ്ടെന്ന നിലവിലെ പ്രകടനങ്ങളോടെ തന്നെ വ്യക്തമാകും. ഇതേ സ്ഥിരത കാട്ടാനായാൽ വൈഭവിന് വലിയ കരിയർ ഇന്ത്യയുടെ സീനിയർ ടീമിനൊപ്പം പ്രതീക്ഷിക്കാം. ഇപ്പോൾ സാങ്കേതികമായി വൈഭവ് മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ ആക്രമിക്കുന്ന താരം മിക്ക പന്തുകളിലും ബാറ്റിന്റെ മധ്യഭാഗത്ത് തന്നെ കൊള്ളിച്ച് സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്രയും മികച്ച ഫോമിൽ കളിക്കുന്ന വൈഭവിന് അവസരം നൽകാൻ ഇനിയും ഇന്ത്യ കാത്തിരിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. മാർച്ചിൽ ഇന്ത്യയുടെ സീനിയർ ടീമിനെ കളിക്കാനുള്ള 15 വയസ്സ് വൈഭവിന് പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ മാർച്ചിന് ശേഷം വൈഭവിന് ഇന്ത്യൻ ടീമിലേക്ക് വിളി ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ 2020 ടീമിന് ഇനി 2020 പരമ്പര വരുന്നത് ജൂലൈയിലാണ്. ഇംഗ്ലണ്ടിനെതിരെ 5 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലാണ് ഈ പരമ്പര നടക്കുന്നത്. ആദ്യ പരമ്പരയിൽ തന്നെ വലിയ വെല്ലുവിളി വൈഭവിന് മുന്നിൽ ഉയർത്താനാവും ഇന്ത്യ ശ്രമിക്കുകയെന്ന് പറയാം. ഇംഗ്ലണ്ടിൽ ഇതിനോടകം ഇന്ത്യ അണ്ടർ-19 ടീമിനൊപ്പം സെഞ്ചുറി നേടാൻ വൈഭവിന് സാധിച്ചിട്ടുണ്ട്. സമ്മർദ്ദമോ ഭയമോ തനിക്കില്ലെന്ന് IPL-ലൂടെ തന്നെ വൈഭവ് തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വൈഭവിനെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യത്തിൽ സെലക്ടർമാർക്ക് താല്പര്യക്കുറവ് ഉണ്ടാകില്ല. എന്നാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ക്രിക്കറ്റിലേക്ക് എത്തുമ്പോൾ കരിയറിനെ കൃത്യമായ പദ്ധതികളോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അടുത്ത വിനോദ് കാംബ്ലിയോ, പൃഥ്വി ഷായോ ആയി വൈഭവ് മാറരുത്. ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയ നേട്ടങ്ങൾ കരിയറിൽ സ്വന്തമാക്കുന്നത് ഒട്ടും എളുപ്പമല്ല. 15 വയസ്സിനുള്ളിൽ ഇത്രയും സെഞ്ചുറികൾ നടത്തിയ മറ്റൊരു താരവുമില്ലെന്ന് പറയാം. ഏതായാലും ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായി വൈഭവ് ഇതിനോടകം മാറിക്കഴിഞ്ഞു. തകർപ്പൻ പ്രകടനങ്ങളുടെ ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ വൈഭവിന് സാധിക്കുമെന്ന് തന്നെ കരുതാം.